നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയെ പറ്റി പറയുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇത്തവണ നിങ്ങളുടെ +1 ക്രിസ്മസ് എക്സാം നേരത്തെ ആയിരിക്കും. എന്താ നിയാൽ സാറേ സന്തോഷ വാർത്ത എന്ന് പറയുന്നത്? തുടക്കത്തിലേ നിങ്ങൾ പരീക്ഷയുടെ കാര്യം ഓർമ്മിച്ചത്, അതും ക്രിസ്മസ് എക്സാം ഇങ്ങനെ നേരത്തെ ആവുക? അതിനൊക്കെ ഒരു സമയം കാര്യങ്ങളൊക്കെ അല്ലേ? ശരിയാണ്, സമയമുണ്ട്, കറക്റ്റ് അക്കാഡമിക് കലണ്ടർ ഉണ്ട്, ഓരോ എക്സാം എപ്പോഴാണ് നടക്കണമെങ്കിൽ ആദ്യം തീരുമാനിച്ച് അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇത്തവണ ക്രിസ്മസ് എക്സാം നടക്കുന്നത് നമുക്കറിയാം, ഡിസംബർ മാസമാണ് ക്രിസ്മസ് എക്സാം നടക്കല്ലേ. എന്നാൽ നവംബർ ആൻഡ് ഡിസംബർ മാസത്തിലോ കേരളത്തിൽ എന്ത് നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകും. അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതായത് നമ്മുടെ വാർഡ് മെമ്പർമാരെ തെരഞ്ഞെടുക്കുന്ന ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവാം. ഡിസംബർ മാസം തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എന്തായാലും ഡിസംബർ മാസം എന്തായാലും ഒരു 15-ൻ്റെയും 20-ൻ്റെ ഇടയ്ക്കായിരിക്കും മിക്കവാറും ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സ്കൂളുകളും നിങ്ങളുടെ ടീച്ചേഴ്സും എല്ലാം ഇലക്ഷൻ ഡ്യൂട്ടിയിൽ അവർക്ക് എന്താ ഇലക്ഷൻ ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇത്തവണ ക്രിസ്മസ് എക്സാം എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ഡിസംബർ മാസം 8 അല്ലെങ്കിൽ ഡിസംബർ മാസം 8, അതായത് 8 തന്നെ, അങ്ങോട്ട് പോകാൻ ഒരു ചാൻസും ഇല്ല. ഡിസംബർ മാസം 8 മുതൽ ഒരു 15 വരെ ഇടയിലായിരിക്കും നിങ്ങളെ ക്രിസ്മസ് പരീക്ഷ ഉണ്ടായിരിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ. അപ്പോൾ നമുക്ക് എത്ര ദിവസം, നിങ്ങളൊന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ +1-കാരാണേ, നിങ്ങൾ ശരിക്കും ഓണപ്പരീക്ഷ നിങ്ങളൊരു പരീക്ഷയിൽ കാണേ വേണ്ട. അതൊരു ഒഫീഷ്യൽ എക്സാം ആയിരുന്നില്ല. നിങ്ങൾ സ്കൂളിലെ ടീച്ചേഴ്സ് ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഈ കഴിഞ്ഞ ഓണപ്പരീക്ഷ നിങ്ങൾക്ക് ചോദിച്ചത്, അല്ലേ? നിങ്ങൾക്ക് ഒരുപാട് പലപ്പോഴും എക്സാം ഒരു സീരിയസ് ആയിട്ട് നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ നിങ്ങൾ കൃത്യമായി റെഗുലർലി ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒരുപാട് പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ കൃത്യമായി പഠിച്ച് +1 ട്രാക്കിലാക്കി എഴുതാൻ വേണ്ടി പോകുന്ന പരീക്ഷയാണ് ക്രിസ്മസ് എക്സാം. ആ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക് എങ്ങനെയായിരിക്കുമോ അതുപോലെ തന്നെ ആയിരിക്കും എന്തിനാ മാർക്ക് ഉണ്ടായിരിക്കുക വരാൻ വേണ്ടി പോകുന്ന നിങ്ങളുടെ ഫൈനൽ എക്സാം ഉണ്ടാവുന്ന ഒരു സംശയമില്ല. അതായത് നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ഏത് രീതി അത്രയും കഴിയുള്ളൂ, അതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി. പിന്നെ നിങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം. ഇത് ക്രിസ്മസ് എക്സാമിന് മാർക്ക് കുറഞ്ഞ് പിന്നെ ഞാൻ എങ്ങനെ അവിടേക്ക് എത്തും? അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സന്തോഷവാർത്ത എന്താ പറയാൻ കാരണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ എജുപോണിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് നമ്മൾ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന 30-ാം തീയതി വരെ, സെപ്റ്റംബർ 30-ാം തീയതി വരെ നമ്മുടെ സ്പെഷ്യൽ ഓഫറോട് കൂടി 4299 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ +1 റിവൈസ്ഡ് ക്വസ്റ്റ്യൻ പാറ്റേൺ, പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ പ്രകാരമുള്ള നമ്മുടെ ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് ആക്സിലേക്ക് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പഠിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഡിസംബർ 31 കൂടി മുഴുവൻ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഡിസംബർ 31 ഞാൻ പറഞ്ഞ ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഡിസംബർ 31 കൂടി മുഴുവൻ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ കൃത്യമായ മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ടീച്ചേഴ്സിനോട് ഡയറക്റ്റ് ഡൗട്ട് ക്ലിയറൻസ് നടത്താൻ വേണ്ടി സാധിക്കും. ആൻഡ് ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും ഓരോ സെറ്റ് എക്സാമും അതിനുശേഷം സൂം ലൈവ് ഡയറക്റ്റ് നിങ്ങൾക്ക് ടീച്ചറുമായി ഡയറക്റ്റ് സംസാരിക്കാൻ സൂം സെഷനും ഉണ്ടായിരിക്കും. കൃത്യമായി ഡിസംബർ ആകുമ്പോഴത്തേക്ക് നിങ്ങളെ പക്ക റെഡിയായി കൈമായിട്ട് തരും. സോ ജോയിൻ ചെയ്യാൻ ഡേറ്റ് മാറിയിട്ടില്ല, ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന പിന്നെ 30-ാം തീയതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ മിസ് ചെയ്യരുത്, അവസാന ചാൻസായി കിട്ടിയൊരു അവസരമാണ്, ഉപയോഗപ്പെടുത്തുക. കാരണം ഡിസംബർ ക്രിസ്മസ് പരീക്ഷ അതാ നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഒരു കർട്ടൻ്റെ തൊട്ട് പുറകിലായി നോക്കി നിൽക്കുന്ന ആ കർട്ടൻ മാറ്റിയാൽ മൂപ്പരും കൂടി പുറത്ത് വരും. സോ നമ്മൾ അടിപൊളി ഒരു ഉഷാറാക്കി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പഠിച്ചു പോകാൻ സാധിക്കും. സോ ഓൾ ദി ബെസ്റ്റ്. ഈ അവസരം ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ കൊടുക്കുക. കാരണം ഒന്ന് വിജിലൻ്റ് ആവാൻ സമയമായിട്ടുണ്ട്.